കുഴപ്പം? ഇത് നമ്മുടെ സ്വന്തം വീടല്ല, അത് തന്നെയാണ് കുഴപ്പം. നിന്റെ അച്ഛൻ എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നതേ വാടക വീട്ടിലും. വയസ്സ് ഇപ്പൊ 60 കഴിഞ്ഞു, ഇപ്പോഴും വാടക വീട്ടിൽ തന്നെ. ചേട്ടാ, നമ്മുടെ കുടുംബത്തിൽ 25,000 ശമ്പളം വാങ്ങിക്കുന്ന പോലും വീട് വെച്ച് ചേട്ടാ ഒരു ബിസിനസ്സുകാരനായിട്ട് വീട് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടാണേ. എനിക്ക് ഒരു നാണക്കേടുമില്ല. വീട് വെക്കാൻ പൈസ ഇല്ല, വച്ചില്ല. ആര് ചോദിച്ചിരുന്നാലും അങ്ങനെ അങ്ങോട്ട് പറഞ്ഞോണ്ടാ മതി. വീട് വെക്കാന്ന് പറഞ്ഞ് നീ ആ സ്ഥലം വാങ്ങിയിട്ട് 10 കൊല്ലം ആയില്ലേ? അമ്മ, സ്ഥലം മാത്രം മതിയാ? ഇന്നൊരു വീട് വെക്കണമെങ്കിൽ എങ്ങനെ പോയിരുന്നാലും ഒരു 25 ലക്ഷം രൂപയെങ്കിലും ആവും. എന്റെ കയ്യിൽ അത് എടുക്കില്ല. അതിന് ഹോം ലോൺ എടുത്താ പോരെ? എടുത്താ നീ അടയ്ക്കോ ലോൺ? ഡേ, ഒരു ലോൺ എടുക്കാനുള്ള വരുമാനം നിന്റെ കമ്പനിക്ക് ഇല്ലേ? ഡേ, ഞാനും നിന്റെ അച്ഛനും കൂടെ കുറേ നാളോട് വർക്ക് ചെയ്തത് തന്നെ, അത് നീ മറക്കണ്ട. അമ്മ, എന്ന് പറഞ്ഞാ മുഴുവൻ പൈസയും കയ്യിൽ വെച്ചുകൊണ്ട് ഇന്നത്തെ കാലത്ത് ആർക്കും വീട് വയ്ക്കാൻ പറ്റൂല മക്കളെ. അവസാന കാലത്ത് സ്വന്തം വീട്ടിൽ കിടന്ന് മരിക്കണമെന്നുള്ളൊരു ആഗ്രഹമേ എനിക്കുള്ളൂ. ബാക്കിയൊക്കെ നിന്റെ ഇഷ്ടം പോലെ. നില തികയൂല ഏട്ടാ. നമുക്ക് എന്തായാലും മുകളിലൂടെ 2 റൂം വേണം. എന്തിന്? നമ്മൾ 3 പേരല്ലേ ഉള്ളൂ, 2 റൂം മതി. നാളെ വല്ലപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും നിൽക്കാൻ വരുമ്പം അവർക്ക് റൂം വേണ്ടേ? ആദ്യത്തെ കുഞ്ഞ് എനിക്കുമ്പോൾ, രണ്ടാമത്തെ കുഞ്ഞ് എനിക്കുമ്പോൾ അവർക്ക് റൂം വേണ്ടേ? ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് തിങ്ക് ചെയ്യട്ടാ. എടാ, നമുക്ക് കിച്ചൺ ഓപ്പൺ മതിയേ, അതാ ഇപ്പോഴത്തെ ഫാഷൻ. വർക്ക് ഏരിയ കുറച്ചുകൂടെ വലിപ്പം വേണം. അടുക്കള തീരെ ചെറുതായി പോയല്ലേ? അതെ, ഇപ്പൊ അത്യാവശ്യത്തിന് വലിപ്പമൊക്കെ ഉണ്ട്. നിങ്ങൾ രണ്ടുപേരും പെരുമാറുന്ന അടുക്കളയ്ക്ക് ഇനി കുതിരിക്കണ്ടതിന്റെ വലിപ്പം വേണം. എടാ, വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ പെണ്ണുങ്ങളെല്ലാം അടുക്കളയിലല്ലേ വന്ന് നിൽക്കുള്ളൂ. ഷീലയുടെ വീട് നിന്ന് തിരിയാൻ സാലിഡെന്ന് പറയിപ്പിക്കാൻ എനിക്ക് പറ്റൂല. നമുക്ക് പുറത്ത് ഫുൾ ഇൻ്റർലോക്ക് ഇടണം. അതെങ്കിൽ നമുക്ക് അവിടെ ലോൺ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കണം. വൈകുന്നേരം വന്നൊരു ചായയൊക്കെ കുടിച്ച് അവിടെ സംസാരിച്ച് അങ്ങനെ ഇരിക്കണം. ആഹാ, എന്തായാലും നമ്മൾ തുടങ്ങി. ഇനി നമുക്ക് ഗ്രാൻഡ് ആക്കി കയറാം. ചേട്ടാ, മോളോട്ട് വാ. ഇനി ആകാശത്ത് അറ്റാച്ച്ഡ് ബാത്റൂം പണിയാൻ പറയാനാണോ എന്തോ വിളിക്കണം. ആ മക്കളെ, നമുക്ക് ഫർണിച്ചറൊക്കെ പുതിയത് വാങ്ങണം. അപ്പൊ നമ്മളിലുള്ളതോ? അയ്യേ, അതൊക്കെ പഴയതല്ലേ, നാണക്കേട്. പാലാച്ചിന് ഇറണവർക്കേ അത് മതി കളിയാക്കാൻ. മക്കി തന്നെ കാണിക്കാതർക്ക. അമ്മ, ഇതിനൊക്കെ പൈസ വേണ്ടേ? എല്ലാ സാധനവും EMIക്ക് കിട്ടും. ഇപ്പൊ ഒന്നും കൊടുക്കണ്ട, മാസം ഒരു ചെറിയ തുകയില്ലേ ആവും. ചെറിയ തുക? മക്കളെ, നമുക്ക് ലിസ്റ്റ് ഉണ്ടാക്കിയാലോ? ആ, ഡൈനിങ് ടേബിൾ, കട്ടില്, വാഷിംഗ് മെഷീൻ, AC, ഡിഷ് വാഷർ, ഫ്രിഡ്ജ്, കർട്ടൻ, ബീൻ ബാഗ്, സോഫ സെറ്റ്. മാഡം, സോഫ കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ്, കൊള്ളാല്ലേ? 45,000 രൂപ? എടി, നീ അല്ലേ പറഞ്ഞ ഇത് 20ന്റെ സോഫ എന്ന്? എന്നിട്ട് ഇപ്പൊ 45,000ന്റെ ഓർഡർ ചെയ്തേ? അതോ, എന്തായാലും ഓർഡർ ചെയ്യണം. പിന്നെ നല്ല ഒരെണ്ണം എടുത്തൂടെ? ഫുൾ പൈസ കൊടുക്കണ്ടല്ലോ, EMI അല്ലേ. വീട് വെച്ച സന്തോഷത്തിലേ മൈൻഡ് ഔട്ട് ആയാ? ഓടി ഓടുന്നു. ഇടി, ഈ വീടിന് ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾക്കൊക്കെ കൂടെ മാസം 72,000 രൂപയാണ് EMI അടക്കേണ്ടത്. ചേട്ടൻ ബിസിനസ് നെക്സ്റ്റ് ലെവലിലോട്ട് ആക്കാൻ പ്ലാൻ ചെയ്യല്ലേ. അപ്പൊ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ പെട്ടെന്ന് തീരൂലേ. ഒരു 6 മാസത്തെ കഷ്ടപ്പാടല്ലേ ഉള്ളൂ. തീരുമാനിക്കുമല്ലേ? പിന്നെ അല്ലാതെ. പിന്നെ നമുക്കൊരു ടിവിയും ഒരു TV സ്റ്റാൻഡും വാങ്ങിക്കണം. സാധാരണ സ്റ്റാൻഡല്ല, കറങ്ങണ സ്റ്റാൻഡ് വാങ്ങിക്കണം. അതെന്തിന്? അതാകുമ്പോൾ ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് നമുക്ക് അങ്ങോട്ട് തിരിച്ച് വെച്ച് അവിടെ ഇരുന്ന് കാണാം. ഹോളിൽ ഇരിക്കുമ്പോൾ അവിടെ ഇരുന്ന് കാണാം. പിന്നെ അടുക്കളയിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ട് തിരിച്ച് വെച്ച് അവിടെ ഇരുന്ന് കാണാമല്ലോ. എടി, നീയേ കക്കൂസിലും കൂടെ തിരിച്ചു പോയി, അപ്പൊ നിനക്ക് അവിടെ ഇരുന്ന് കാണാമല്ലോ. ഫൺ ഫൺ ഫൺ. ഈ ചേട്ടൻ ഒരു തമാശ. എന്റെ ഭഗവാനെ, ഈ വീട് എനിക്ക് എപ്പോ വെക്കാൻ തോന്നിയത് നോക്കുന്നു. അനന്തോ, നിന്റെ റൂട്ടിലെ കടകളിൽ നിന്നാണ് എനിക്ക് 4,4 ലക്ഷം രൂപ കിട്ടാനുള്ളത്. അറിയാല്ല, നാളെയാണ് സാലറി ഡേറ്റ്. എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ സാലറി പെൻഡിങ്ങിലിടുവേ.
ഹലോ, EMI ഡേറ്റ് ആയിട്ടുണ്ടേ. 17,000 രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തേക്കണേ. ഓ കീപ്പ് ചെയ്യാം. അതെ, ഈ മാസം എങ്ങനെയോ തട്ടിമുട്ടിയൊക്കെ EMI അങ്ങ് അടച്ച്. ഇങ്ങനെ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുമെന്നു. ഹലോ സാറേ, 7,500 രൂപ അക്കൗണ്ടിൽ കീപ്പ് ചെയ്തേക്കണേ. ഓ സാറേ, സാറിന്റെ EMI ബൗൺസ് ആയല്ലോ. ബൗൺസ് ചാർജും കൂടെ ചേർന്നേ 22,800 രൂപ നാളെ തന്നെ എടുത്തു വെച്ചേക്കണം. ഞങ്ങൾ അങ്ങോട്ട് വരും. പോരാ, സമയത്ത് അടയ്ക്കാൻ കൂടെ വേണം. നാളെ ഞാൻ ഓഫീസിലോട്ട് വരും. കാശും കൊണ്ടേ പോവും, പറഞ്ഞേക്കാം. ആര്യ പാല് കാച്ച സമയത്ത് സോഫ എടുത്തപ്പോൾ നടുവൊന്ന് ഉളുക്കി. ഇപ്പം അത് 5 മാസം ആകുമ്പോൾ വേദനയ്ക്ക് ഒരു കുറവുമില്ല. എപ്പോഴും ഉണ്ടോ അതോ ഇടയ്ക്കിടയ്ക്കാണോ? ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ, പക്ഷെ വരുമ്പോൾ നല്ല വേദന. ആ, നമുക്ക് എന്തായാലും ഒരു എക്സ്റേ എടുത്ത് നോക്കാം. പിന്നെ നിന്റെ വീട് അടിപൊളിയാണ് കേട്ടോ. ഞാൻ എൻ്റെ പ്ലാൻ അയച്ചിരുന്ന് നിന്നെ വിളിക്കാതിരിക്കുമായിരുന്നു. അയ്യോ, അതിനെപ്പറ്റി ഓർമ്മിപ്പിക്കല്ലേ. എന്ത് പറ്റി? ഇനി എന്തോന്ന് പറ്റേ. ഇടി ഇല്ലാത്ത പൈസ ലോൺ എടുത്താണ് ഞാൻ ഒരു വീട് വെച്ചത്. ആ വീട് വെച്ച് കഴിഞ്ഞപ്പോഴും അതിൻ്റെ അകത്തുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ലോൺ വെച്ച് വാങ്ങിച്ചു. ഇപ്പം ആ വീട്ടിൻ്റെ അകത്ത് ലോൺ ഇല്ലാതെ സ്വന്തമെന്ന് പറയാൻ എൻ്റെ അമ്മയും വൈഫും മാത്രമേ ഉള്ളൂ. നിനക്ക് ചിരിക്കാം. അത്യാവശ്യം തരക്കേടില്ലാത്ത ഹോസ്പിറ്റലും ഡെയിലി 100 പേഷ്യൻസും സുഖം. ഇവിടെ ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയും വെച്ച് 15 സ്റ്റാഫുകൾക്ക് ശമ്പളവും കൊടുത്ത് വീടും പോറ്റി 100 EMI എടുക്കണേ എൻ്റെ പാടെ എനിക്കേ അറിയാവൂ. എടാ, നിനക്കെങ്കിൽ ബിസിനസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്തുകൂടെ? റവന്യൂ കൂടി കഴിഞ്ഞാൽ പ്രശ്നമൊക്കെ തീരുമല്ലോ. ഓ, എത്ര സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു. എടി, ബിസിനസ് നെക്സ്റ്റ് ലെവലിൽ പോകണമെങ്കിൽ ഞാൻ മറ്റു ജില്ലകളിൽ ബ്രാഞ്ച് തുടങ്ങണം, പുതിയ ടെക്നോളജി അപ്ഡേറ്റ് ചെയ്യണം. ഇത് മാത്രമല്ല, ഇതൊക്കെ ചെയ്യാനുള്ള ആളും സെറ്റപ്പും വേണ്ടേ? ആൾക്കാരെ കിട്ടാൻ എന്തോ ഇത്ര പാട്? BNA ജോയിൻ ചെയ്താൽ പോരെ? BNA അതെന്തോ? എടാ, BNA എന്ന് പറഞ്ഞ ബിസിനസ്സുകാരുടെ ഒരു കിടില നെറ്റ്വർക്കാണ്. മുമ്പ് എൻ്റെ ക്ലിനിക്കിൻ്റെ അവസ്ഥ നീ കണ്ടിട്ടുള്ളതല്ലേ? 1-2 പേഷ്യൻസ് വന്നാലായി. ഞാൻ ഇത്രയും വലിയൊരു ഹോസ്പിറ്റൽ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് BNA-യോടുള്ളതുകൊണ്ട്. പിന്നെ നീ ഇതിൽ ജോയിൻ ചെയ്ത ഒരുപാട് ബിസിനസ് ഓണേഴ്സിനെ നേരിട്ട് മീറ്റ് ചെയ്യാനും അവരോട് കൊളാബറേറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓൾ കേരള മാത്രമല്ല, ഇൻ്റർനാഷണൽ കണക്ഷൻസ് വരെ കിട്ടും. സത്യം പറഞ്ഞാൽ ഞാൻ ഈ ബിസിനസ്സിൻ്റെ ABCD പഠിച്ചതും കോൺഫിഡൻ്റ് ആയതൊക്കെ ഇതിൽ ജോയിൻ ചെയ്ത ശേഷം. സംഭവം കൊള്ളാം, പക്ഷെ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് മീറ്റിംഗ് വല്ലതും അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ? അതൊക്കെ നമുക്ക് റെഡിയാക്കാടാം. അതിനു മുമ്പേ ട്രിവാൻഡ്രം BNA എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ 11, 12, 13 ഒരു ഇവൻറ്റ് നടക്കുന്നുണ്ട് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്ത് വെച്ച്. നീ അതൊന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഈ സിറ്റിയിലെ ലീഡിങ് ബിസിനസ്സുകാരൊക്കെ അവിടെ ഉണ്ടാവും. മാത്രമല്ല, ഫുഡ് കോർട്ടും കുട്ടികളുടെ പ്ലേ ഏരിയയൊക്കെ ആയിട്ട് പബ്ലിക്കിന് ഒരു മെഗാ ഇവന്റ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞാൻ വരാം, കൺഫേം. ആവശ്യം കാണിക്കാൻ വരട്ടെ. നീ ആദ്യം പോയി എക്സ്റേ എടുത്തിട്ടോ. കുഴപ്പമൊന്നും കാണൂലല്ലേ? എക്സ്റേ ഇട്ടാതെ ഒന്നും പറയാൻ പറ്റൂല. എക്സ്റേ വന്നപ്പോഴല്ലേ കണ്ടത് ഡിസ്ക് തേമാനം. ഈ ബിസിനസ് ആവശ്യത്തിന് സദാസമയം യാത്ര ചെയ്യണമെന്നാണ് കുഴപ്പമൊന്നും. അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെ മാറുമെന്ന് ആര് ചേച്ചി പറഞ്ഞ കേട്ടോ? 6 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കമ്പനി ചേട്ടൻ നട്ടലിനേക്കാൾ വലുതാണോ അമ്മ കമ്പനി? വലുതാണ് രേവതി. ഈ 6 മാസം കമ്പനിയിൽ ചോദിക്കാനും പറയാനും ആളില്ലെങ്കിൽ അവിടുത്തെ നല്ലവരായ സ്റ്റാഫ് എല്ലാവരും കൂടെ ഈ കമ്പനി കുളം തോണ്ടി അവിടെ കണ്ണം കൂടിയാലും മീനും വളർത്തും. അതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറ്റിയ കമ്പനി റെസ്റ്റ് തന്നെ എടുക്കണം ചേട്ടാ. കമ്പനി പൂട്ടിപ്പോലും ഞാൻ ചേട്ടനെ വിടൂല. അയ്യോ, അല്ലെങ്കിൽ എനിക്ക് പോകാൻ പറ്റൂല. എനിക്ക് പകരം നീ പോണം. ഞാനാ? അതെ, ആരും ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും അവിടെ അവതാളത്തിലാവും. അറിയാല്ല, മാസം 72,000 രൂപയാണ് EMI അടയ്ക്കേണ്ടത്. അധികം നാളൊന്നുമില്ല, ഒരു 6 മാസം. നീ ജസ്റ്റ് ആ കസേരയിൽ ഒന്ന് ഇരുന്നാൽ മാത്രം മതി. മക്കളെ, വെറുതെ അവിടെ പോയി ഒന്ന് ഇരുന്നാൽ മാത്രം മതിയല്ലേടാ. ഹലോ, സ്റ്റോക്ക് നാളെ തന്നെ എത്തുമല്ലോ അല്ലേ? ആ, കേൾക്കുന്നുണ്ട്. ആ, ഞാൻ വിളിക്കാവേ. ഹലോ, ഒരു മിനിറ്റ്, ഞാൻ ഇപ്പം നോക്കി പറയാവേ. ചേച്ചി, സപ്ലൈക്കുള്ള വണ്ടി എവിടെ? ഞാൻ കുറെ നേരമായിട്ട് ഇവിടെ നിൽക്കുക.
ഞാൻ ഇപ്പൊ വിടാവേ. മാഡം പെട്ടെന്ന് ക്ലോസ് ചെയ്യണ്ട. നാളെയാണ് IKCയുടെ പേഴ്സണൽ ലോണിൻ്റെ EMI. അക്കൗണ്ടിലാണെങ്കിൽ 12,000 രൂപയേ ഉള്ളൂ. ഒരു 4,000 രൂപയുടെ കുറവുണ്ട്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഏട്ടാ? നീ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്തോ, കൂടെ റെസ്റ്റും കൂടെ എടുത്താൽ മതി. പറ്റുമെങ്കിൽ ബെഡൊന്ന് മാറ്റിയിട്ടെ കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടൊന്ന് ഉപയോഗിച്ചാൽ നന്നായിരിക്കും. ആ, ക്രെഡിറ്റ് കാർഡിൽ ഓഫറുണ്ട്. ഒരെണ്ണം EMI ഇട്ട് ഇന്ന് തന്നെ എടുത്താലടി. ചേച്ചി ഒരു മിനിറ്റ് ഒന്ന് വരൂ. ചേച്ചി ആക്ച്വലി ഇനി എത്ര നാൾ റെസ്റ്റ് വേണ്ടി വരും? ഇതിപ്പോൾ 2 മാസമല്ലേ ആയുള്ളൂ, ഒരു മിനിമം 4 മാസമെങ്കിലും വേണം. അല്ല, ഇപ്പം ഈ നട്ടലൊഴിച്ച് ബാക്കി എല്ലാ ബോഡി കണ്ടീഷൻസ് ഓക്കെ ആണല്ലോ. അപ്പോൾ പതുക്കെ സാവധാനത്തിൽ ഡെയിലി കാറിൽ ഓഫീസിൽ പോകുന്നതിനെ കുറിച്ച് ചേച്ചിയുടെ അഭിപ്രായം എന്താ? വളരെ മോശം അഭിപ്രായമാണ് രേവതി. അവ ഇപ്പം റെസ്റ്റ് എടുത്തില്ലെങ്കിൽ ലൈഫ് ലോങ് കിടപ്പിലാവും. ഇങ്ങനെ പോയാൽ മിക്കവാറും അങ്ങേര് എണീക്കുമ്പോൾ ഞാൻ കിടപ്പില്ല. ഹലോ, RF ബാങ്കിൽ നിന്നല്ലേ? EMI നാളെ അടയ്ക്കാം. എന്നെ കൊണ്ട് ഒന്നും പറ്റണല്ല ഏട്ടാ. ഒരു സൈഡിൽ കമ്പനിയുടെ കാര്യങ്ങളെ പ്രഷർ, മറ്റേ സൈഡ് ലോണ്. ഈ മാസം 3 EMI ബൗൺസ് ആയി. 3 അല്ല, നിനക്ക് കമ്പനിയിലെ പ്രോഫിറ്റ് എടുത്ത് കൊടുത്തുകൂടായിരുന്നോ? പ്രോഫിറ്റ് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല. കഴിഞ്ഞ മാസം പ്രോഫിറ്റും എടുത്ത് അതും തേക്കാൻ എൻ്റെ ഒരു മാലയും കൂടെ പണയം വെച്ചിട്ട് EMI അടച്ചത്. അല്ല, എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണില്ലെങ്കിലേ നാളെ മുതൽ അമ്മയും കൂടെ വിടാം. അയ്യോ എനിക്കൊന്നും അറിഞ്ഞൂടാ. അമ്മ പണ്ട് അച്ഛൻ്റെ കൂടെ പോയി ഇതൊക്കെ നോക്കി നടത്തിയിട്ടുള്ളതല്ലേ. ജസ്റ്റ് ഒന്ന് അവിടെ പോയി ഇരുന്നാൽ മതി. അയ്യോ സത്യം, അമ്മ അവിടെ വന്നിരുന്നാൽ മാത്രം മതി. അയ്യോ അമ്മ ഏതോ ലോൺ ഏജന്റ് ആണെന്ന് തോന്നുന്നു. അമ്മ ഇട്, നീ ഇട്, അമ്മ ഇട്, നീ ഇട്. അമ്മാ വിശക്കണമ്മ. ഹലോ, ഞാൻ സംസാരിക്കേ. ഹലോ, ഇതേത് ഫോണ്? ഇത് പുതിയത്. നമ്മുടെ TV-യുടെ ലോൺ തീർന്നപ്പോഴേ ബാങ്കുകാർ വിളിച്ചു വെച്ച് ഏതെങ്കിലും ഗാഡ്ജറ്റ് എടുക്കണോ ഓഫർ ഉണ്ടെന്ന്, അങ്ങനെ എടുത്തതാ. മാസം വെറും 7,000 രൂപയിലൂടെ EMI. 7,000 രൂപ? ഇവന്മാരൊരു കാര്യം. അമ്മ ഒരു 15,000 മറിക്കാനുണ്ടോ? ഞാൻ ഇപ്പൊ എവിടെ നിന്ന് മറിക്കാൻ? എന്തത്ര അത്യാവശ്യം? കാർ ലോൺ പെൻഡിങ്. കളക്ഷൻ ഏജന്റ് ഇതാ ഗേറ്റിന്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നു. ഞാൻ ഇവിടെ ഇല്ലെന്ന് അമലിനെ വിട്ട് പറയിപ്പിച്ചിട്ട് പോലും പോണില്ല. 3 മണിക്കൂറായിട്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇവിടെ വേറെ ക്യാഷ് ഒന്നും ഇരിപ്പില്ലേ? അന്നതൊക്കെ രാവിലെ ക്രെഡിറ്റ് കാർഡ് ലോൺ എടുത്ത് അടച്ചു. ഇനിയിപ്പോൾ എന്ത് ചെയ്യേ? ഒരു വഴിയുണ്ട്, നീ വാ. ഈ വഴി ഉള്ളെന്തായാലും നന്നായി. അവൻ്റെ മുമ്പിലെങ്ങനെ പെട്ടെന്ന് നാറി തന്നെ. ലോൺ എടുത്തിട്ട് മുങ്ങി നടക്കാൻ നാണമില്ലല്ലേ? നാളെ എൻ്റെ മാല എന്തെങ്കിലും കൊണ്ടുവന്ന് പണയം വെച്ചാൽ ആ ലോണ് നമുക്ക് അടയ്ക്കാം. അല്ലെങ്കിൽ നാളെ വീണ്ടും ആകുമ്പോൾ ഒരു ഓഫീസിൽ നിന്ന് നമ്മളെ നാണം കെടുക്കും. ആ എത്തിയാ? നിങ്ങൾ ട്രെഡ്മില്ല് വാങ്ങിയാ? ആ എങ്ങനെയുണ്ട്, കൊള്ളാമോ? നമ്മളെ ISNC ബാങ്കിനെ EMI ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ഡോക്യുമെൻറ്റേഷനൊക്കെ അവർ വീട്ടിൽ വന്ന് ചെയ്തായിരുന്നു. കറക്റ്റ് സമയത്തിന് ഷോപ്പ് ഉടമ ഡെലിവറും ചെയ്തു. നിനക്ക് കട്ടിൽ നിന്ന് എണീക്കാൻ വയ്യാതിരിക്കല്ലേ? അത് നിനക്ക് എന്തിനാണ് ഇപ്പൊ ഈ കുന്ത്രണ്ടാവും? കാർ ലോൺകാരെ ഇപ്പൊ അത് തെറി വിളിച്ചിട്ട് പോയതേ ഉള്ളൂ. നിങ്ങൾക്ക് ഒന്നും അറിയാതെ ഇവിടെ ഇങ്ങനെ സൂചിച്ച് കിടന്നാ മതിയല്ലോ. ഈ ലോൺ എങ്ങനെ അടയ്ക്കും? അത്രയ്ക്ക് വരുമാനം ഉണ്ടായി കമ്പനിക്ക്? മര്യാദ വേണം ചേട്ടാ. അതെ, നോക്കണ്ട, എനിക്കൊരു കുഴപ്പമില്ല.
പിന്നെ നടുവേദന ഉണ്ടായിരുന്നു, പക്ഷെ അത് ആര്യ തന്ന ഗുളിയെ ഒരാഴ്ച കഴിച്ചപ്പോൾ മാറിയായിരുന്നു. പിന്നെ ഞാനാണ് ആര്യയെ കൊണ്ട് പറയിപ്പിച്ചത് ഈ 6 മാസം ബെഡ് റെസ്റ്റ് വേണമെന്നൊക്കെ. അതെ, ഈ വീട് പണി തുടങ്ങിയത് മുതൽ ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്, അത് നിങ്ങളൊന്ന് അറിയിക്കണമെന്നുണ്ടായിരുന്നു, അത്രയേ ഉള്ളൂ. ഉള്ളത് വെച്ച് നല്ല രീതിയിൽ ജീവിച്ചു പോയതല്ലേ നമ്മൾ. എന്ന് ഈ വീട്ടിൻ്റെ പണി ഇല്ലാത്ത ക്യാഷ് മുടക്കി തുടങ്ങിയോ അന്ന് മുതൽ പോയതാണ് ഈ വീടിൻ്റെ സന്തോഷവും സമാധാനം. പിന്നെ ഒരു വീട് ആർക്കായാലും വേണ്ടേ? വേണം, അത് അവനവൻ്റെ കൊക്കിന് ഒതുങ്ങണ രീതിയിൽ ചെയ്യണം, അല്ലാതെ ഇല്ലാത്ത എമൗണ്ട് ലോൺ എടുത്തിട്ടല്ല ചെയ്യേണ്ടത്. നിങ്ങളെ അനാവശ്യമായിട്ട് എന്നെ കൊണ്ട് എത്ര രൂപ ചിലവാക്കിച്ച് ഈ വീടിൻ്റെ ഡിസൈനിനെന്നും പറഞ്ഞു, അത് കുറച്ചെങ്കിലും ലാഭിച്ചിരുന്നെങ്കിലേ ഇന്ന് ആ EMI എമൗണ്ട് അത്രയെങ്കിലും കുറഞ്ഞു കിട്ടിയാണ്. പിന്നെ പഴയ ഫർണിച്ചറൊന്നും നിങ്ങൾക്ക് പറ്റൂലല്ലോ, നാണക്കേടല്ലേ. ആവശ്യത്തിനോ അനാവശ്യത്തിനോ ഒക്കെ നിങ്ങൾ എന്നെ കൊണ്ട് ലോൺ എടുപ്പിച്ചു. അപ്പോഴൊക്കെ നിങ്ങളെ ന്യായം എന്തായിരുന്നു? ആദ്യം ഫുൾ എമൗണ്ട് കൊടുക്കണ്ടല്ലോ, തവണയായിട്ട് EMI ആയിട്ട് കൊടുത്താൽ മതിയല്ലോ. ഇപ്പം അതിൻ്റെ പാട് നിങ്ങൾക്ക് മനസ്സിലാവണുണ്ടോ? പലതവണ ലോൺ മുടങ്ങിയിട്ട് ഓരോരോ ലോൺ ഏജന്റുമാർ ഓഫീസിൽ വന്നിരുന്ന് ക്യാഷ് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നാണക്കേട് സംഭവിച്ചപ്പം അത് പറ്റണില്ലല്ലേ? പിന്നെ ചേട്ടാ, അപ്പോഴത്തെ ആവേശത്തിൽ പറ്റിപ്പോയി. ഞാൻ അറിഞ്ഞ ഇത്ര വലിയ കുരിശാവും. അറിയില്ല, കാരണം പൈസ ഉണ്ടാക്കണതിൻ്റെ ബുദ്ധിമുട്ട് നീ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അത് അറിഞ്ഞിരുന്നെങ്കിൽ അറ്റ്ലീസ്റ്റ് ചിലവാക്കുമ്പോൾ നീ ഒന്ന് ആലോചിക്കുമായിരുന്നു. പിന്നെ നിങ്ങളെ ജോലിക്ക് വിട്ടിട്ടേ ഞാൻ ഇവിടെ സുഖിച്ച് ജീവിക്കുകയില്ലായിരുന്നു. ഈ ട്രാപ്പിൽ നിന്ന് നമുക്കൊന്ന് രക്ഷപ്പെടണമെങ്കിൽ ബിസിനസ് നെക്സ്റ്റ് ലെവലിലെത്തണം. അതിന് മനസമാധാനമായിട്ടൊന്ന് പ്ലാൻ ചെയ്യാനാണ് ഞാനിവിടെ ഇരുന്നത്. പിന്നെ ഈ ലോണെല്ലാം നിങ്ങളല്ലേ എന്നെ കൊണ്ടെടുപ്പിച്ചത്. അപ്പോൾ വരുമാനം കൂടുന്നത് വരെ നിങ്ങൾ തന്നെ ഈ ലോണിൻ്റെ പകുതി എമൗണ്ട് അടയ്ക്കണം. ഞാൻ മാത്രം ഈ മനം ഒറ്റയ്ക്ക് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ലോണെന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് എടുക്കേണ്ട ഒന്നാണ്, അല്ലാതെ ഈ മുട്ടുസൂചി വരെ ലോണിന് വാങ്ങിയാൽ ഇങ്ങനെ ഇരിക്കും. കയ്യിൽ പൈസ ഇല്ലെങ്കിലും ആവശ്യത്തിനും അനാവശ്യത്തിനും എല്ലാം EMIയിലൂടെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നൊരു ശീലം ഇന്ന് പലർക്കും ഉണ്ട്. പണ്ട് നമ്മുടെ കാശില്ലെങ്കിൽ നമ്മൾ ആരുടെങ്കിലും കടം ചോദിക്കണം. ആ കടം ചോദിക്കാനുള്ള മടി കാരണം തന്നെ നമ്മൾ പലപ്പോഴും വളരെ അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രമേ കടത്തിനെ ആശ്രയിക്കും. പക്ഷേ ഇന്ന് EMIയും ലോൺ ഫെസിലിറ്റിയൊക്കെ ഉള്ളതുകൊണ്ട് കടം വാങ്ങുന്നത് ഒരു ഫാഷനായിട്ട് മാറിക്കഴിഞ്ഞു. വീടിനും കാരണം മാത്രമല്ല, മുഖത്ത് തേക്കുന്ന ക്രീമിന് വരെ ഇന്ന് ഓൺലൈനിൽ EMI ഓപ്ഷൻ അവൈലബിൾ ആണ്. കിട്ടുന്ന ശമ്പളം മുഴുവൻ EMI അടച്ച് നെട്ടോട്ട് ഓടുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷവും സമാധാനവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇനിയെങ്കിലും വല്ല EMI ഓപ്ഷനിലൊക്കെ തല വയ്ക്കുന്നതിന് മുമ്പ് വാങ്ങാൻ പോകുന്ന സാധനം അത്രയ്ക്ക് അത്യാവശ്യമാണോ ഒരു 100 വട്ടം ചിന്തിക്കുക. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. EMI ഫെസിലിറ്റി നിങ്ങളുടെ ജീവിതത്തെ പോസിറ്റീവായിട്ടാണോ അതോ നെഗറ്റീവായിട്ടാണോ ഇമ്പാക്റ്റ് ചെയ്തിട്ടുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇനിയെങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക് EMI എടുത്ത് സ്വന്തം ജീവിതം ആരും ഇല്ലാതാക്കാതിരിക്കുക. തീർച്ചയായും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. പിന്നൊരു കാര്യം, ഈ മാസം ഏപ്രിൽ 11, 12, 13 BNI എക്സ്പോ ട്രിവാൻഡ്രം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുകയാണ്. സൂരജ് സന്തോഷിൻ്റെ ലൈവ്, 30ഓളം ഫുഡ് സ്റ്റോൾ, കുട്ടികളുടെ പ്ലേ ഏരിയ, ഗെയിമിംഗ്, ആർക്കേഡ്, മോട്ടോ ഷോ, അങ്ങനെ ഫാമിലി ആയിട്ട് വീക്കെൻഡ് എൻജോയ് ചെയ്യാനുള്ള ഒരു അടിപൊളി ഇവൻ്റാണ്. ഞാൻ ഏതായാലും ഉണ്ടാവും. നിങ്ങളും ഈ ഇവൻറ്റിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. SK ടോക്സിൻ്റെ ഓരോ വീഡിയോസും മിസ് ചെയ്യാതെ കാണും. SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. നിങ്ങളും ഒരു ചേഞ്ച് മേക്കർ ആകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ ഒഫീഷ്യൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടലയാണ് മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ. ഇതേ നൽകുന്ന